ഹലോ, അപ്പോൾ നമ്മളിന്നൊരു കല്യാണത്തിന് പോവാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ രേത്തുവിൻ്റെ അനുശ്രീൻ്റെയും കല്യാണമാണ്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഷീലാലും ചാരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊയിലാണ്ടി എത്തിയപ്പോൾ ജസീമിനെ പിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഇളനീർ ഷേക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ നമ്മൾ വടകര എത്തി, രേത്തുവിൻ്റെ വീടിൻ്റെ അവിടെ എത്തി. പക്ഷേ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. നമ്മൾ കുറേ വട്ടം ഇവിടെ വന്നിട്ടുള്ളതാണ്, പക്ഷെ എന്തോ വഴി തെറ്റിപ്പോയി. അവൻ മാപ്പ് അയക്കാമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ തെറ്റിപ്പോയി. ഞങ്ങളോട് വന്നിട്ട് പന്ത്രണ്ട് ഞാൻ പറഞ്ഞ കറക്റ്റാ. ഞങ്ങളെ അമ്പലത്തിന്റെ ബോർഡിനല്ല കയറി. അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ബോർഡ് വെച്ചില്ലേ? കുറച്ച് കറങ്ങിയെങ്കിലും ഞങ്ങളവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ വീട്ടിലെത്തി. ഈ ക്യാപ്പ് വെച്ച ആളാണ് നമ്മുടെ രേത്തു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി, നമ്മൾ കഴിക്കാൻ പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള എല്ലാ ടീംസും എത്തി. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പം ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ചായ ഒക്കെ കുടിച്ചു. നമുക്കെല്ലാവർക്കും വടകര റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇനി അവിടുന്ന് ഫ്രഷ് ആയിട്ട് ഈവനിങ് ഫങ്ഷൻ ഉണ്ട്, അപ്പം നമ്മൾ അപ്പത്തേക്ക് എത്തും. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ആദ്യം പോയത് അനുശ്രീൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ അനുശ്രീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ബ്രൈഡ് അനുശ്രീ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു വീണ്ടും രേത്തുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു.
അങ്ങനെ അവിടുത്തെ പരിപാടിൻ്റെ ഇടയ്ക്ക് നമ്മൾ രേത്തുവിനെയും കൂട്ടി അനുഷ്ഠൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇത് അനുഷ്ഠൻ്റെ വീട്ടിലെത്തി. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അനുശ്രീക്കൊരു സർപ്രൈസ് കൊടുത്തു. നമ്മൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് രേത്തുവിൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ മുട്ടിപ്പാട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. അപ്പോൾ അന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത ദിവസം കല്യാണത്തിൻ്റെ അന്ന് കാണാം.